ഒരു ഗുണമില്ലാത്തൊരു സാധനമാണ്. നോമ്പ് പ്രമാണിച്ച് നനച്ചുളി അങ്ങനെയൊക്കെ പറയും. വീട് വൃത്തിയാക്കൽ പരിപാടിയാണ് ഇന്നത്തേത്. അപ്പം ഫസ്റ്റ് തന്നെ മല്ലി, മുളക്, അരിപ്പൊടി അങ്ങനെയുള്ളതൊക്കെ ആക്കാനായിട്ട് എല്ലാം വെയിലത്ത് കൊണ്ടിട്ട്. അപ്പോൾ ഉമ്മാക്കാണെങ്കിൽ അലർജിയും ഉണ്ട്. അതുമാത്രമല്ല കയ്യിൽ വെള്ളം നനയ്ക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പോൾ എല്ലാം ഒരുമിച്ച് അതിനെ കൊണ്ട് നടക്കത്തില്ല. ഞങ്ങളുടെ വീട്ടിൽ പുരാതന വസ്തുവായിട്ടിരിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ ഈ ടി വി. ടി വി ഇവിടെ ആരും കാണാറില്ല. ഈ ടി വി എന്നല്ല, ടി വിയെ കാണാറില്ല. ടി വി ഇവിടെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു വർഷങ്ങളാകുന്നു. സോ അതുകൊണ്ട് തന്നെ ഈ ടി വി തുളച്ചും മച്ചിൻ്റെ മണ്ടയിൽ കയറ്റാമെന്ന് വിചാരിച്ച കാര്യം ആവശ്യമില്ല. ഇവിടെ എല്ലാവരും വൈഫൈയിൽ യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കിലും കമന്ന് കിടക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ വെറുതെ ഇതൊക്കെ താഴെ വെച്ച് സ്പേസ് കളയുന്നത് എന്തിനാണെന്ന് വിചാരിച്ചു അങ്ങനെ ഓരോന്നൊക്കെ വൃത്തിയാക്കി ഞാൻ അവസാനം ഞങ്ങളുടെ ഈ ഒരു റൂമിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫ്രിഡ്ജും മെഷീനൊക്കെ ഇരിക്കുന്ന റൂമാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേന് അതിൻ്റെ ഒരു ഈ സെൻസൈഡിൻ്റെ മുകളിലാണ് ഞങ്ങളുടെ ബുക്സ് എല്ലാം ഇരിപ്പുണ്ട്. അതിൻ്റെ വൃത്തിയാക്കുന്ന ഇടയിൽ പണ്ടി നോക്കിയ ഫ്ലെയിംസും കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആരും പൊങ്കാലയൊന്നും ഇടണ്ട, എല്ലാവരും ഈ ഒരു പ്രായത്തിലൊക്കെ നോക്കിയൊക്കെ കാണും. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് വൃത്തിയാക്കുന്നതിൻ്റെ ഇടയിൽ ഇക്കയുടെ കുറേ റെക്കോർഡ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ഇക്കയുടെ നല്ല ഹാൻഡ് റൈറ്റിംഗ് ആണ്. അതിൻ്റെ ഇടയിൽ എവിടെ നിന്നോ എനിക്കൊരു നമ്പരും കിട്ടി. അടിപൊളി ഹാൻഡ് റൈറ്റിംഗ് ആണ്. പിന്നെ ഹോളും ആ ഒരു റൂമും വൃത്തിയാക്കി വൈകിട്ട് പുറമൊക്കെ തുടച്ച് പുറമൊക്കെ തൂത്ത് പിന്നെ രാത്രി മന്തി വെക്കാമെന്ന് വിചാരിച്ച്. ഈ 2 റൂമേ ഇതുവരെ വൃത്തിയായുള്ളൂ. ബാക്കിയൊക്കെ ഇനി ഓരോന്നും വലിയ കിടക്കുന്നേ